3 പതിറ്റാണ്ടായുള്ള കൊല്ലം കോർപ്പറേഷനിലെ ഇടതുപക്ഷ ഭരണത്തിനെതിരെയാണ് UDFന്റെ നേതൃത്വത്തിൽ ഇന്ന് പത്രസമർപ്പണം എന്നുള്ള രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഇതിലാണ് വലിയൊരു അപകടം പിണഞ്ഞിരിക്കുന്നത്. അതായത് റോഡ് കോർപ്പറേഷന് തൊട്ടു മുന്നിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ ഓഫീസിന്റെ തൊട്ടു മുന്നിലായിരുന്നു ഇതിന്റെ വേദി അവർ സംഘടിപ്പിച്ചിരുന്നത്. പക്ഷേ അവിടെ നേരത്തെ പോലീസിനെ ഒന്നും അറിയിക്കാതെ ഒരു ലോറി കൊണ്ടിട്ടാണ്, ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു ലോറി കൊണ്ടിട്ട് ആ റോഡാകെ തടസ്സപ്പെടുത്തി. ഇതോടുകൂടെയാണ് പോലീസ് ഇടപെട്ട് ആ ലോറി ആദ്യം വശത്തേക്ക് മാറ്റി. പക്ഷേ പൂർണ്ണമായും മാറ്റണമെന്നുള്ള ഒരു ആവശ്യം ഉയർന്നതോടുകൂടെയാണ് അത്തരത്തിൽ ലോറി പൂർണ്ണമായും മാറ്റുക എന്നുള്ളൊരു തീരുമാനമെടുത്തപ്പോൾ ലോറി മാറ്റിയിരിക്കുന്നത്. KPCC അധ്യക്ഷൻ എത്തേണ്ടുന്ന ഒരു ചടങ്ങിലാണ് ഇത്തരത്തിൽ ഒരു പ്രധാന റോഡിൽ എന്തായാലും ഇത്തരത്തിൽ തടഞ്ഞുകൊണ്ടൊരു നടന്നിട്ടിരുന്നത്. നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ലോറി ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് പൂർണ്ണമായി മാറ്റുകയും വശത്തേക്ക് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഈ യോഗം നടക്കുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം KPCC അധ്യക്ഷൻ തന്നെ എത്തി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുണ്ട്. അറിയാതെയാണോ ഈ ലോറി കൊണ്ടിട്ടിരുന്നത്? നേതാക്കൾ അറിയാതെയാണോ സംഭവിച്ചത്? അതെ, ഈ കോൺഗ്രസും UDF ഒരു ബഹുജന സംഘടനയാണല്ലോ, അവർ ചെയ്തു. പക്ഷേ KPCC പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്നുള്ള നിലയിൽ അത് ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ മാറ്റി, അത്രേ ഉള്ളൂ. അതിനൊരു വലിയ നേതൃത്വം അറിയാതെ നടന്നതാണ്. അറിയാതെ എന്നൊന്നും പറയുന്നില്ല, ഏതെങ്കിലും നേതാക്കൾ ചെയ്ത് കാണുമായിരിക്കും. ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. KPCC പ്രസിഡന്റ് വരുന്ന പരിപാടി, ഈവൻ പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ പോലും ഞാനത് മാറ്റത്തില്ല. പക്ഷേ KPCC പ്രസിഡന്റിനോട് അങ്ങനെ അല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അദ്ദേഹത്തിനും അതിൽ താല്പര്യമില്ല എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ മാറ്റാൻ ബാധ്യസ്ഥനാണ്. അതൊരു വലിയ ഇഷ്യൂ ആക്കണ്ട. DCC പ്രസിഡന്റ് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം KPCC അധ്യക്ഷൻ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ DCC അധ്യക്ഷനോട് ഈ കാര്യം സംസാരിച്ചിരുന്നു. കാര്യം കോടതിയുടെ കൃത്യമായ വഞ്ചൂരിൽ ഇത്തരത്തിൽ CPMന്റെ ഭാഗത്തുനിന്നും CPയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായ CPയുടെ ഭാഗത്ത് ഒരു പരിപാടി ഉണ്ടായ സമയത്ത് അത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്കും ഹൈക്കോടതി ഇടപെടലിനൊക്കെ വഴിവെച്ചു. കേസെടുക്കുന്ന കാര്യത്തിലേക്ക് പോയി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിലൊരു സമരം ഉണ്ടായ സമയത്ത് ബിനോയ് വിശ്വം അതിൽ പങ്കെടുക്കാതെ മാറി നിന്നു. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ അത് ഒരു തരത്തിൽ പോലീസിന്റെ കൂടി ഇടപെടലോടുകൂടെ അത് തീർത്തു. ഇപ്പോഴും അവിടെ യോഗം പുരോഗമിക്കുകയാണ്. KPCC അധ്യക്ഷൻ എത്തി അത് ഉദ്ഘാടനം ചെയ്യും. എന്തായാലും ഇടത് ദുർഭരണത്തിനെതിരെയുള്ള കുറ്റപത്രം എന്നുള്ള ഒരു പേരിലാണ് ഇത്തരത്തിൽ ഈ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു അബദ്ധം എന്തായാലും സംഭവിച്ചു പോയി. അത് നേതൃത്വം കൃത്യമായി അറിഞ്ഞില്ല എന്നുള്ളതാണ് DCC അധ്യക്ഷൻ പറയുന്നത്. പോലീസും ഇടപെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി നിയമ നടപടി ഉൾപ്പെടെ വരാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോഴും ഒരു വശത്ത് കൂടെയുള്ള ഗതാഗതം സാധ്യമല്ല. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.